ഹലോ, ഞാൻ റിജ്ജസിൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ദ പേഴ്സൺ ഫേസ്ഡ് മാനുവൽ 2024 എന്ന ഈ ബുക്കിനെ കുറിച്ചുള്ള വീഡിയോസ്. നമ്മൾ ഫസ്റ്റിനെ പറയുന്നത് ഈ ബുക്കിലെ പ്രധാനപ്പെട്ട കാര്യം, സിലബസ്, അതുപോലെ തന്നെ നമ്മുടെ വീഡിയോയിൽ റിലേറ്റഡായിട്ടുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങളെല്ലാം ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കും. അപ്പോൾ ദയവേത് ചെക്ക് ചെയ്ത് നോക്കണം. അപ്പോൾ ഇപ്പോൾ നമ്മൾ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്ന വിഭാഗം CCT പേപ്പർ 1 ജനറൽ സ്റ്റഡീസിൽ ജനറൽ സയൻസിൽ ബയോളജി. ഈ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്ന ടേബിൾ 1.32 സം ഇമ്പോർട്ടൻറ്റ് ലെഗ്യൂംസ്. ഇത് പറയണേക്ക് മുന്നായിട്ട് കുറച്ച് കാര്യം കൂടി നിങ്ങൾ ഓർപ്പിക്കണം. ഇതിൽ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് വരാൻ സാധ്യതയുണ്ട്. ഈ ബോട്ടാണിക്കൽ നെയിം ആൻഡ് ഫാമിലി തന്നെ നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം. പ്രത്യേകതരം വേർഡ്സ് ഒക്കെയാണ്. അപ്പോൾ ദയവേത് ക്ഷമിക്കുക, അത് പ്രത്യേകം പറയണം. സ്പെല്ലിംഗ് മിസ്റ്റേക്ക് പറഞ്ഞു പോയാലും ശരിയാവില്ല. അപ്പോൾ നമുക്ക് പറയാം ടേബിൾ 1.32 സം ഇമ്പോർട്ടൻറ്റ് ലെഗ്യൂംസ്. പിന്നെ ഒരു കാര്യം കൂടി പറയാണ്, നമ്മൾ ഇതിന് മുന്നേ ഒരു വീഡിയോ ചെയ്തിരുന്നു. അപ്പോൾ ആ വീഡിയോയിൽ നമ്മൾ ലാസ്റ്റ് ഭാഗത്ത് ക്യാമറയുടെ ക്ലാരിറ്റി പോയിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ രണ്ടാമതും ഈ ഒരു വീഡിയോ എടുക്കേണ്ടി വന്നാലേ നമുക്ക് ഒറ്റ വീഡിയോ ആയിട്ട് ചെയ്യാമായിരുന്നു ഈ ടോപ്പിക്കുകളെല്ലാം. അപ്പോൾ നമ്മൾ പരമാവധി ക്യാമറയുടെ ക്ലാരിറ്റി നല്ല രീതിയിൽ കിട്ടാവുന്ന രീതിയിൽ തന്നെ വീഡിയോ എടുക്കണം എന്നാണ് ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഏകദേശം നമ്മൾ ഒരു 2 മണിക്കൂർ ഫുള്ളായിട്ട് കിട്ടിയിട്ടില്ല. അത് ഏകദേശം ഏതാണ്ട് അതിൻ്റെ ഒരു അടുത്ത് വരുന്നൊരു വീഡിയോ ആണ് നമ്മൾ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്നത്, എഡിറ്റ് ചെയ്ത് സോങ്സ് ഒക്കെ മിക്സ് ചെയ്ത് എഫക്ട്സ് ഒക്കെ യൂസ് ചെയ്തിട്ട്. അപ്പോൾ അതൊക്കെ ആ വീഡിയോ നിങ്ങൾ കണ്ടു നോക്കണതിൻ്റെ ഒപ്പം തന്നെ ഈ വീഡിയോ നമ്മൾ ചെറിയൊരു വീഡിയോ ആയിരിക്കും, ഒരു അരമണിക്കൂറും പിന്നെ ഒരു 10 മിനിറ്റോ ഒക്കെ ഉണ്ടെങ്കിൽ അതും കൂടി ഉൾക്കൊള്ളിച്ചിട്ടുള്ളൊരു വീഡിയോ ആയിരിക്കും. അത് നമ്മുടെ മൈക്കിൻ്റെ ചാർജ് അനുസരിച്ചായിരിക്കും. അത് എന്തായാലും അരമണിക്കൂറോളം അല്ലെങ്കിൽ സംതിങ് വരുന്നൊരു വീഡിയോ, അത്രേ ഉള്ളൂ. അപ്പോൾ നമ്മൾ എടുത്ത് പറഞ്ഞ വീഡിയോൻ്റെ ഒരു ലെങ്ത് പറയാൻ വേണ്ടി പറഞ്ഞുള്ളൂ. അപ്പോൾ നമുക്ക് നോക്കാം ടേബിൾ 1.32 സം ഇമ്പോർട്ടൻറ്റ് ലെഗ്യൂംസ്. ടേബിൾ 1.32 സം ഇമ്പോർട്ടൻറ്റ് ലെഗ്യൂംസ്. കോമൺ നെയിം, ഇന്ത്യൻ നെയിം, ബോട്ടാണിക്കൽ നെയിം ആൻഡ് ഫാമിലി, സ്പെഷ്യൽ ഫീച്ചേഴ്സ്. കോമൺ നെയിം, ഇന്ത്യൻ നെയിം, botanical name and family, special features. 1 pigeon pia, red gram Congo pia. Arhar Cajanus cajan, equals Indicus fabaceae. Seeds extensively used in the form of split pulse dal, especially in South India. 1 pigeon pia, red gram Congo pia. Arhar Cajanus cajan, equals Indicus fabaceae. Seeds extensively used in the form of split pulse dal, especially in South India. 2 chickpea, Bengal gram garbanzos. Chana, Cicer erietinum fabaceae. Seeds eaten raw, roasted or boiled in the form of dal. Flour called besan plus ghee and sugar used for making sweets. 3 cluster bean, your Siamophysis tetragonoloba fabaceae. Young tender pods used as vegetables. 3 cluster bean, your Siamophysis tetragonoloba fabaceae. Young tender pods used as vegetables. 4 horse gram, Dolichos uniflores fabaceae. Poor man's pulse in South India, often used as feed for cattle and horses. 5 hyacinth bean, Sim Dolichos lablab fabaceae. Young pods and tender beans used as vegetables. 6 chickling wet grass pea, Kesari dal, Lathyrus sativus fabaceae. Cheapest pulse consumed by poor classes in India. Serious disease letharism, paralysis of lower limbs, results from excessive and prolonged consumption of
Kesari dal. That seeds contain osteotoxin, B-aminopropronitrile (BPN), and water-soluble neurotoxin, B-N-oxalyl aminoalamine (BOAA). 6th, chickling wet grass PA. Kesari dal, Lathyrus sativus fabaceae, cheapest pulse consumed by poor classes in India. Serious disease, lathyrism, paralysis of lower limbs result from excessive and prolonged consumption of Kesari dal. The seeds contain osteotoxin, B-aminopropronitrile (BPN), and water-soluble neurotoxin, B-N-oxalyl aminoalamine (BOAA). 7. Lentil. Mysore malka Mysore. Lens esculentae, Lens culinaris, Mysore fabaceae. Most nutritious of all pulses. Protein content high. Proteins easily digestible. Unripe pods used as green vegetable. 7. Lentil. Mysore malka, Lens esculentae, Lens culinaris, Mysore fabaceae. Most nutritious of all pulses. Protein content high. Proteins easily digestible. Unripe pods used as green vegetable. 8. Common bean, French bean, kidney bean, Vilayatism, Phalanxes vulgaris fabaceae. Green immature pods used as vegetable. Straw used as cattle feed. 8. Common bean, French bean, kidney bean, Vilayatism, Phalanxes vulgaris fabaceae. Green immature pods used as vegetable. Straw used as cattle feed. 9. Black gram. 9. Black gram URD. Faceless mungo equal Vigna mungo fabaceae. Rich in phosphoric acid, used as dal, used with rice for idli and dosha. Chief constituent of pepper and wari. Black gram URD. Faceless mungo equal Vigna mungo fabaceae. Rich in phosphoric acid, used as dal, used with rice for idli and dosha. Chief constituent of pepper and wari. 10. Green gram, golden gram, Mung, faceless Aurus fabaceae. P. radiatus, Vigna radiata, used as dal. Seeds fried and salted, used as snacks. 10. Green gram, golden gram, Mung, faceless Aurus fabaceae, used as dal. Seeds fried and salted. P. radiatus, Vigna radiata, used as snacks. 11. Moth bean, Moth, faceless Aconitifolios fabaceae. Young pods eaten as vegetable. Rip seeds eaten as dal. 11. Mouth bean, Moth, faceless Aconitifolios fabaceae. Young pods eaten as vegetable. Rip seeds eaten as dal. 12. Pa. Mater, Pisum sativum fabaceae. Seeds used as vegetable after cooking or mixed with various vegetables. Pa. Mater, Pisum sativum fabaceae. Seeds used as vegetable after cooking or mixed with various vegetables. 13. Cowpea,
lobia. Vigina anguiculata equal B. sinensis fabaceae. Seed eaten cooked as vegetable. Immature pods also cooked as vegetables. 14. Soybean. Glycine max equal G. soja equal G. hispida equal soja max fabaceae. Seeds richest in protein. Grinding boiled seeds with water yields soybean milk. Nutritious like cow's milk. Fit for infants. Soya sauce is obtained by fermenting soybean and rice flour with Aspergillus oryzae. 14. Soybean. Glycine max equal G. soja G. hispida soja max fabaceae. Seeds richest in protein. Grinding boiled seeds with water yields soybean milk. Nutritious like cow's milk. Fit for infants. Soya sauce is obtained by fermenting soybean and rice flour with Aspergillus oryzae. അപ്പോൾ നമ്മൾ പറഞ്ഞത് ടേബിൾ 1.32 സം ഇമ്പോർട്ടൻറ്റ് ലെഗ്യൂംസ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പം ഇനി നമുക്ക് പറയാനുള്ളത് ടേബിൾ 1.33 സം അതർ യൂസ്ഫുൾ പ്ലാന്റ്സ്. ടേബിൾ 1.33 സം അതർ യൂസ്ഫുൾ പ്ലാന്റ്സ്. ഇതിലും സ്പെല്ലിംഗ് മിസ്റ്റേക്ക് വരാൻ സാധ്യതയുണ്ട്. അപ്പം ദയവേത് ക്ഷമിക്കുക, അഡ്വാൻസ്ഡ് ആയിട്ട് പറയാണ്. Table 1.33 Some other useful plants. English common name, botanical name, family uses. English common name, botanical name, family uses. 1. Para rubber. Hevea brasiliensis. Euphorbiaceae. Widely utilized in manufacture of tires, tubes and other articles. Used in sports, medical instruments, agriculture, etc. 1. Para rubber. Hevea brasiliensis. Euphorbiaceae. Widely utilized in manufacture of tires, tubes and other articles. Used in sports, medical instruments, agriculture, etc. 2. Indian rubber. Ficus elastica. Moraceae, used for manufacture of various articles. 3. Chicle. Acras sapotaceae, used in chewing gum. 4. Bubble. Kicker. Acacia nilotica. Mimosaceae. Gum edible and used in medicines, printing, paints, etc. Wood is used as fuel. 4. Bubble. Kicker. Acacia nilotica. Mimosaceae. Gum edible and used in medicines, printing, paints, etc. Wood is used as fuel. 5. Categu. Catha. Acacia categu. Mimosaceae. Tannin obtained from hard wood and bark used in pan, betel and for dyeing cloth. 5. Categu. Catha. Acacia categu. Mimosaceae. Tannin obtained from hard wood and bark used in pan, betel and for dyeing cloth. 6. Cork oak. Quercus suber. Fabaceae. Cork used as bottle stoppers, soles for shoes, insulating material for manufacture of linoleum. Cork used as bottle stoppers, soles for shoes,
insulating material for manufacture of linoleum. 6. Cork oak Quercus suber fabaceae. Cork used as bottle stoppers, soles for shoes, insulating material for manufacture of linoleum. 7. Henna mehendi. Lawsonia inermis. Lythraceae. Leaves yield dye used as mehendi. 8. Indigo nil. Indigofera tinctoria fabaceae, a source of indigo. 9. Orchil Rochilla tinctoria lichens, source of origin stain, used for cytological work. 10. Logwood patang Poimatoxylon compactianum Mimosacea. Heartwood yields a dye hematoxylin used to dye cloth, also useful as nuclear stain in biological laboratories. 10. Logwood patang Homatoxylon compactianum Mimosacea. Heartwood yields a dye hematoxylin. Heartwood yields a dihematoxylin used to dye cloth, also useful as nuclear stain in biological laboratories. 11. Sugarcane Ganna. Saccharum officinarum Poaceae. Cane juice is used for preparing gur and jaggery, sugar, etc. Bagasse is used as fuel and in the manufacture of pepper. 12. Beetroot. Chucandar Beta vulgaris. Chenopodiaceae. Roots are source of sugar. Tops and pups are used as stock feed. 13. Neem tree. Azadirachta indica. Neem tree. Azadirachta indica Melanceae. The fresh juice of the leaves is given for the treatment of intestinal worms with honey. The juice is used for jaundice and skin diseases. Its leaves are used as an antiseptic. 13. Neem tree. Azadirachta indica Melanceae. The fresh juice of the leaves is given for the treatment of intestinal worms with honey. The juice is used for jaundice and skin diseases. Its leaves are used as an antiseptic. 14. Tulasi. Ocimum sanctum labiate. The leaves are aromatic. Their decoction is given in malaria, gastric disease of children, check vomiting. 50. Amy Aswine. Tracheospermum amy. Apiaceae. It is used in gastric trouble, bronchitis, as purgative, etc. 15. Amy Aswine. Tracheospermum amy. Apiaceae. It is used in gastric trouble, bronchitis, as purgative, etc. 16. Camphalic myrobalan Hera. Terminalia Fibula Combrataceae as a constituent of Trifla. 16. Camphalic myrobalan Hera. Terminalia Fibula Combrataceae as a constituent of Trifla.
അപ്പം നമ്മൾ ടേബിൾ 1.33 സം അതർ യൂസ്ഫുൾ പ്ലാൻസ് ആണ് പറഞ്ഞത്. ഞാൻ പ്രത്യേകം എടുത്ത് പറയണ ഒരിക്കൽ കൂടി, കാരണം ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. ശരിയാവില്ല പറഞ്ഞില്ലെങ്കിൽ. നല്ലപോലെ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് വന്നിട്ടുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞതാണ്, എന്തായാലും എല്ലാ വീഡിയോയിലും പറയാറുള്ളതാണ്. അപ്പോൾ നിങ്ങൾ ഒരിക്കൽ കൂടി എന്നോട് ദയവേത് ക്ഷമിക്കുക, അല്ലെങ്കിൽ ശരിയാവില്ല. കാരണം നമ്മളത് ശരിക്കും ഒരു തെറ്റും വരുത്താതെ പറഞ്ഞു പോകണം. ഒരു എന്താ പറയുക, ഒരു വേർഡ്സ് ആണെങ്കിലും ഒരു രീതിയിലും തെറ്റ് വരരുത് നമ്മൾ സ്പെല്ലിങ് പറഞ്ഞു പോകുമ്പോൾ. പക്ഷെ നമുക്ക് പറ്റുന്നില്ല, കാരണം അത് അത്യാവശ്യം പറയാൻ ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ടാണ് തെറ്റുകൾ വരുന്നത് കൂടുതലും. അപ്പോൾ ദയവേതൊക്കെ അഡ്ജസ്റ്റ് ചെയ്യുക, സഹകരിക്കുക, ക്ഷമിക്കുക. അതൊക്കെ നമുക്ക് പറയാൻ പറ്റുള്ളൂ സ്പെല്ലിങ്ങിൻ്റെ കാര്യത്തിലൊക്കെ. നിങ്ങൾക്ക് എന്തായാലും മനസ്സിലായി കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇപ്പോൾ ഈ വേർഡ്സിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും ഏകദേശം. കൂടുതൽ ഇതിൽ പിന്നെ ബോട്ടാണിക്കൽ നെയിം എന്നുള്ളതും ഫാമിലി എന്നുള്ളിടത്തൊക്കെ വെച്ചാൽ സം അതർ യൂസ്ഫുൾ പ്ലാന്റ്സിൽ ബോട്ടാണിക്കൽ നെയിം ഫാമിലി ഇതിലാണ് കൂടുതലും അത്യാവശ്യം ഇതുപോലത്തെ വെറൈറ്റി ആയിട്ടുള്ള വേർഡ്സുകൾ വരുന്നത്. അപ്പോൾ ഈ വേർഡ്സുകളൊക്കെ ദയവേത് നിങ്ങൾ ശ്രദ്ധിക്കുക. CSCT ആയതുകൊണ്ട് വളരെ പ്രധാനപ്പെട്ട കാര്യം ആയതുകൊണ്ടാണ് നമ്മൾ ഇത് ആവർത്തിച്ച് നമ്മൾ വീഡിയോയിൽ പറയുന്നത്. അപ്പോൾ നമ്മൾ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. നമ്മൾ പറഞ്ഞ പോലെ തന്നെ അരമണിക്കൂറോളം അല്ലെങ്കിൽ സംതിങ് ഉള്ള വീഡിയോ എന്ന് പറഞ്ഞിരുന്നല്ലോ. അപ്പം നമുക്ക് അടുത്ത വീഡിയോയിലുള്ള ടോപ്പിക്സ് പറയാം. ടേബിൾ 1.34 ലിസ്റ്റ് ഓഫ് സം പ്രൊട്ടക്റ്റഡ് ഇന്ത്യൻ വൈൽഡ് ലൈഫ് ആണ് വരുന്നത്. മമ്മൽസ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മൾ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്നത് ജനറൽ സയൻസിൽ ബയോളജി കേട്ടോ, അത് മറക്കരുത്. ഇത് അത്യാവശ്യം വരുന്നുണ്ട്. ഏകദേശം നമ്മൾ പെട്ടെന്ന് കാണിക്കുന്ന വീഡിയോയിൽ ഏകദേശം ഒരു 47 വരെ ഇവിടെ വരുന്നുണ്ട്. അത് കഴിഞ്ഞ് 62 വരെ വരുന്നുണ്ട്. പിന്നെ റിപ്ലൈറ്റ്സ് വരുന്നുണ്ട്, ബേർഡ്സ് വരുന്നുണ്ട്, അങ്ങനെ കുറേ കാര്യങ്ങൾ വരുന്നുണ്ട്. പിന്നെ വരുന്ന ടോപ്പിക്ക് ടേബിൾ 1.35 സം വൈൽഡ് ലൈഫ് സാങ്ച്വറീസ് ആൻഡ് നാഷണൽ പാർക്സ് ഓഫ് ഇന്ത്യ. പിന്നെ ഒരു ടേബിൾ 1.36 സം ബ്രീഡ്സ് ഓഫ് ഇന്ത്യൻ ഷീപ്പ്. ടേബിൾ 1.36 സം ബ്രീഡ്സ് ഓഫ് ഇന്ത്യൻ ഷീപ്പ്. പിന്നെ ടേബിൾ 1.37 ഇമ്പോർട്ടൻ്റ് ബ്രീഡ്സ് ഓഫ് ഇന്ത്യൻ ഗോഡ്സ്. ടേബിൾ 1.38 ഇമ്പോർട്ടൻ്റ് ബ്രീഡ്സ് ഓഫ് പിഗ്സ്. ടേബിൾ 1.39 ഇമ്പോർട്ടൻ്റ് ബ്രീഡ്സ് ഓഫ് ഇന്ത്യൻ ഹോഴ്സസ്. ടേബിൾ 1.40 സം ബ്രീഡ്സ് ഓഫ് ഇന്ത്യൻ കാറ്റിൽ. പിന്നെ വരുന്ന ടേബിൾ 1.41 സം ബ്രീഡ്സ് ഓഫ് ഇന്ത്യൻ ബഫലോസ്. ടേബിൾ 1.42 കൾട്ടിവേബിൾ ഫിഷ് സ്പീസീസ്. ഇതോടുകൂടി ജനറൽ സയൻസ് ബയോളജി അവസാനിക്കാണ്. പിന്നെ വരുന്നത് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ്. ആണ് വരുന്നത്. പിന്നെ വരുന്നത് ലെവൽ 1 എന്നൊക്കെ പറഞ്ഞിട്ട് ക്വസ്റ്റ്യൻസ് ഒക്കെ വരുന്നുണ്ട്. ഇതൊക്കെ നമുക്ക് അടുത്ത വീഡിയോയിൽ പറയാൻ പറ്റുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പം നമ്മുടെ ക്ലാസ്സിൽ സ്പെല്ലിംഗ് മിസ്റ്റേക്ക്, ക്ലാസ് മനസ്സിലാക്കാൻ പറ്റാത്ത അവസ്ഥ, എന്തെങ്കിലും ഇതിലുള്ള തെറ്റുകൾ, ബുദ്ധിമുട്ടുകളൊക്കെ സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ ഞാൻ ആത്മാർത്ഥമായിട്ട് ക്ഷമ ചോദിക്കുന്നു. പ്രത്യേകിച്ച് സ്പെല്ലിംഗ് മിസ്റ്റേക്കിന് ഈ വേർഡ്സ് ഒക്കെ ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാവും. സം അതർ യൂസ്ഫുൾ പ്ലാന്റ്സിലെ ബോട്ടാനിക്കൽ നെയിമൊക്കെ നമ്മൾ പ്രത്യേകം എടുത്ത് പറയണ സ്പെല്ലിംഗ് മിസ്റ്റേക്കൊക്കെ നമ്മൾ പറഞ്ഞിരുന്നു. ദയവേത് നിങ്ങൾ മനസ്സിലാക്കുക. അതുപോലെ തന്നെ ഇതൊക്കെ ഒന്ന് ഈ വേർഡ്സിലൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് മനസ്സിലാക്കി പോയാൽ നല്ലതായിരിക്കും എല്ലാം കൊണ്ടും. സ്പെല്ലിംഗ് മിസ്റ്റേക്കിനൊക്കെ നിങ്ങളോട് ക്ഷമ ചോദിക്കാൻ എനിക്ക് ആവുള്ളൂ. പരമാവധി നമ്മൾ തെറ്റ് തിരുത്തി ക്ലാസ് എടുക്കാൻ ശ്രമിക്കും. എന്നാലും നടക്കണമെന്നില്ല എന്നും കൂടി നമുക്ക് പറയേണ്ടതായിട്ട് വരും. നമുക്ക് ശ്രമിച്ച് നോക്കാൻ മാത്രമേ ഉള്ളൂ. കാരണം നമ്മൾ എത്ര സ്പെല്ലിംഗ് മിസ്റ്റേക്ക് നമ്മൾ ഇല്ലാതാക്കാൻ നോക്കിയാലും എങ്ങനെയെങ്കിലൊക്കെ ആയിട്ട് തെറ്റുകൾ വരും വീഡിയോയിൽ. അതുകൊണ്ട് ഞാൻ ആ സ്പോട്ടിൽ തന്നെ എടുത്ത് പറയാറുണ്ട് തെറ്റുകൾ വരുമ്പോഴേക്കാം. ഇത് പിന്നെ നമ്മൾ അധികം പറഞ്ഞിട്ടില്ലേ വീഡിയോയിൽ, നിസ്സാരേ പറഞ്ഞിട്ടുള്ളൂ. എന്നാലും നമ്മൾ മൊത്തത്തിലുള്ള നമ്മളുടെ ക്ലാസ്സിൻ്റെ ഒരു ബേസ് ചെയ്തിട്ടാണ് നമ്മളിപ്പോൾ ഇത് പറയുന്നത്. അതൊക്കെ നിങ്ങൾ ദയവേത് മനസ്സിലാക്കണം. പിന്നെ നമുക്ക് പറയാമെന്ന് വെച്ചാൽ വീഡിയോ നമ്മൾ എഡിറ്റ് ചെയ്യും, സോങ്സ് ഒക്കെ മിക്സ് ചെയ്ത് എഫക്റ്റ് ഒക്കെ യൂസ് ചെയ്ത് നമ്മൾ എഡിറ്റ് ചെയ്യും. അപ്പോൾ നിങ്ങളുടെ കോൺസെൻട്രേഷൻ എന്തെങ്കിലും ഇതിലുള്ള ബുദ്ധിമുട്ടുകളുണ്ടെങ്കിൽ ദയവേത് എന്നോട് ക്ഷമിക്കാം. പിന്നെ നമുക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ ഈ ബുക്കിലെ സിലബസിനെ കുറിച്ചാണ്. അപ്പോൾ ബുക്കിലെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ സിലബസ്, അതുപോലെ നമ്മുടെ വീഡിയോ റിലേറ്റഡ് പ്രധാനപ്പെട്ട കാര്യങ്ങളെല്ലാം
ആഡ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കും. അപ്പോൾ അത് നിങ്ങൾ ദയവേത് ചെക്ക് ചെയ്ത് നോക്കണം, ഒരിക്കലും മറക്കരുത്. പിന്നെ ഈ വീഡിയോ നമ്മൾ രാത്രിയാണ് എടുക്കണമെന്നുള്ള പ്രത്യേകത കൂടി ഉണ്ട്. അപ്പോൾ സി സി ടിക്ക് വേണ്ടി നല്ല രീതിയിൽ വീഡിയോ ഉപകരിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു, ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു. അപ്പം നല്ലൊരു സി സി ടി എക്സാം എല്ലാവർക്കും ആശംസിക്കുന്നു. നല്ല വിജയകരമായിട്ടുള്ള സി സി ടി എക്സാം ഒക്കെ ജീവിതത്തിൽ നടക്കട്ടെ. എല്ലാവർക്കും ഹാവ് എ നൈസ് ഡേ. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഗുഡ് നൈറ്റ് ആൻഡ് താങ്ക് യു സോ മച്ച്.